ഗാസയിൽ മനുഷ്യക്കുരുതി തുടർന്ന് ഇസ്രയേൽ. റഫേൽ സഹായ വിതരണ കേന്ദ്രത്തിന് സമീപമുണ്ടായ ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടു. 80-ലേറെ പേർക്ക് പരിക്കേറ്റു. വടക്കൻ ഗാസയിലെ റഫേൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾ വാങ്ങാൻ US സഹായ വിതരണ കേന്ദ്രത്തിൽ എത്തിയവർക്ക് നേരെയായിരുന്നു ഇസ്രായേൽ ആക്രമണം. കുട്ടികളും സ്ത്രീകളുമടക്കം ആയിരക്കണക്കിന് പലസ്തീൻ സ്വദേശികളാണ് ഒരു നേരത്തെ വിശപ്പടക്കാനുള്ള ഭക്ഷണത്തിനായി പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നത്. നിസ്സഹായരായ ആൾക്കൂട്ടത്തിന് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർക്കുകയായിരുന്നു. സഹായ വിതരണ കേന്ദ്രങ്ങൾ മനുഷ്യക്കുരുതി നടത്തുന്ന ഇടങ്ങളായി മാറിയെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. ഹമാസിന്റെ വെടിനിർത്തൽ ശുപാർശ അമേരിക്ക തള്ളിയതിനു പിന്നാലെയായിരുന്നു ആക്രമണം. പ്രദേശത്തെ കെട്ടിടങ്ങളും ഇസ്രായേൽ സൈന്യം ആക്രമിച്ചെന്ന റിപ്പോർട്ടുകളുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. പരിക്കേറ്റവരെ ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ പലസ്തീൻ സ്വദേശികൾക്ക് നേരെ വെടിവയ്പുണ്ടായിട്ടില്ലെന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം. എല്ലാം ഹമാസ് പുറത്തുവിടുന്ന വ്യാജ ദൃശ്യങ്ങളാണെന്നും ഇസ്രായേൽ ആരോപിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.